ഗുരുവായൂർ പോയി വരാൻ ഒരു വർഷത്തെയൊക്കെ പ്ലാനിങ് വേണോ? വേണ്ടല്ലേ? വേണം തോന്നും. കാരണം ഞങ്ങളുടെ കാര്യത്തിൽ ഒരു വർഷം വേണ്ടി വന്നു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അശ്വതി. അപ്പം ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഗുരുവായൂർ പോകണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് അത് നടന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യൽ കുറേ ഉണ്ടെങ്കിലും നടക്കാറില്ല. ആകെ ഇവിടുന്ന് 3-4 മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ. പക്ഷെ അതൊന്ന് ശരിയാക്കിയിട്ട് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം 3 മണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് മുഴുവൻ പുറമേ കൂടെ ഒന്ന് ചുറ്റി നടന്നു. ഞങ്ങൾ വേഗം റെഡിയാവാനൊക്കെ തുടങ്ങി. ഗുരുവായൂർ അമ്പലത്തിൽ എപ്പോഴും തിരക്കുണ്ടാകും. എന്നാലും മുപ്പട്ട് വ്യാഴാഴ്ച എന്ന് പറയും. അതായത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ അമ്പലത്തിൽ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് തിരക്ക് കൂടുതലുണ്ടാവും എന്നാണ് പറയുക. കാരണം അമ്പലത്തിന് ചുറ്റുമുള്ള ആളുകൾ വ്യാഴാഴ്ചകളിൽ അമ്പലത്തിൽ തൊഴാൻ വരും. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ തിരക്കുണ്ടാവുമെന്ന് പറയുന്നേക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം റെഡിയായി. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ക്യൂവിൽ നിന്ന് നല്ല രീതിയിൽ കാണാനും തൊഴാനും ഒക്കെ പറ്റി. പിന്നെ ഞങ്ങൾ നേരെ, കാരണം ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് നല്ലൊരു മസാല ദോശയും കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോയി. വലുതായിട്ടൊന്നും ഷോപ്പിംഗ് ചെയ്യാനില്ല. അപ്പോൾ ഇവൾ റീലിൽ കണ്ടിട്ട് ഏതൊരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ വെച്ച് പിടിച്ചു. എന്താണെന്നറിയില്ല, ഗുരുവായൂർ അമ്പലത്തിൽ എപ്പം പോയാലും ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അതെന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു സമാധാനം അമ്പലത്തിനുള്ളിൽ ചെന്നാൽ കിട്ടാറുണ്ട്. ഒരാളോട് ചോദിച്ചു നാളെ എപ്പോഴായിരിക്കും നട തുറക്കാമെന്ന്. കാരണം അതിനനുസരിച്ച് ഞങ്ങൾക്ക് എണീക്കാലോ ഒന്ന് ക്യൂവിൽ നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. 3:30 ഒക്കെ ആകുമ്പോഴാണ് നട തുറക്കാമെന്ന് കണ്ടു. ശരി, ഞങ്ങൾ വിചാരിച്ചു ഉറങ്ങണോ? അപ്പോൾ അവളെന്നോട് പറഞ്ഞു വേണ്ട, നമുക്ക് ഉറങ്ങണ്ട. ഉറക്കം ഒരു പ്രശ്നമല്ല. ഉറക്കം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾ ഉറങ്ങാതെ തന്നെ ഒരു 11 മണിക്കാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. പിന്നെ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞു വെച്ച കഥകളൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്തു. ഒരു 2 മണിക്കായതോടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോൾഡ് കോഫി അത്ര ഇഷ്ടമായില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കോൾഡ് കോഫി ആയിരുന്നു. പിന്നെ ഞങ്ങൾ തലേന്ന് തന്നെ പായസത്തിനുള്ളതൊക്കെ ബുക്ക് ചെയ്തിരുന്നു. പാൽപ്പായസം വാങ്ങിയതിന് ശേഷം ഞങ്ങൾ കോവിലിനുള്ളിലേക്ക് ഒന്നുകൂടെ കയറി തൊഴുത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ പാക്ക് ചെയ്തു എല്ലാം. കാരണം നമുക്ക് 2 മണിക്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്യണമല്ലോ. KSRTC സ്റ്റാൻഡിൽ പോയി. കാരണം അപ്പം തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ബസ് കിട്ടി. അപ്പം തന്നെ ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു യാത്ര സക്സസ് ആയി. ഇനി അടുത്തത് അപ്പോഴേക്ക് ഞങ്ങൾ റീൽസ് അയച്ചുകൊണ്ട് തുടങ്ങി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമെന്ന് വിചാരിക്കും. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിരിക്കും ബൈ.